ഹലോ ന്യൂമിക്സ് ലേണിംഗിലേക്ക് സ്വാഗതം. അഫീഫലിയാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ SSLC മാത്സ് റിവിഷൻ സീരീസിലെ 11ാമത്തെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ 5ാമത്തെ ചാപ്റ്ററായ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, രണ്ടാംകൃതി സമവാക്യങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ 3ാമത്തെ പാർട്ട് നമ്പർ 3 വീഡിയോ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പുള്ള 2 പാർട്ടിൻ്റെയും വീഡിയോ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. നിർബന്ധമായും കുട്ടികൾ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോയിലേക്ക് വരേണ്ടതാണ്. ഇന്ന് നമ്മൾ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. 4 പ്രധാനപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വർഷങ്ങളിലായി SSLC എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. കുട്ടികൾ നിർബന്ധമായിട്ടും ഇത് കാണുകയും എഴുതി പഠിക്കുകയും ചെയ്യുക. സെറ്റാണല്ലോ? അങ്ങനെയെങ്കിൽ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്താണ്? when each side of a square was reduced by 2 centimeter to make a small square, the area became 81 square centimeters. What was the length of sides of the original square? എന്താണ്? നമുക്ക് പരപ്പളവ് ഏരിയ 81 കിട്ടിയിട്ടുണ്ട്. 2 എണ്ണം കുറവാണ്. ആദ്യത്തെ സമയത്തിന്റെ വശത്തേക്കാൾ 2 മീറ്റർ കുറച്ചപ്പോൾ പരപ്പളവ് 81. അപ്പൊ 81ന്റെ റൂട്ട് 9 ആണ്. 9 ആയിരിക്കും ഇപ്പോൾ കിട്ടിയ സമചതുരത്തിന്റെ ഒരു വശം. അപ്പൊ ആദ്യത്തേത് എത്രയാണ് ചോദിച്ചത്? ആദ്യത്തതിൽ നിന്ന് 2 കുറച്ചപ്പോഴാണ് 9 കിട്ടിയത്. അപ്പൊ ആദ്യത്തേത് എത്രയായിരിക്കും? 11 ആയിരിക്കും. സിമ്പിൾ ആണ്. നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. എടാ, ഒരു സ്ക്വയർ, ഈ സ്ക്വയറിന് 2 മീറ്റർ കുറച്ചിട്ട് അടുത്ത സ്ക്വയർ ഉണ്ടായിട്ടുണ്ട്. ഈ സ്ക്വയറിൽ നിന്നും 2 മീറ്റർ കുറച്ചിട്ട് അടുത്ത സ്ക്വയർ ഉണ്ടായിട്ടുണ്ട്. റെഡി ആണല്ലോ? ആദ്യത്തെ സ്ക്വയറിന്റെ ഒരു സൈഡിന് നമ്മൾ എക്സ് കൊടുത്തു. രണ്ടാമത്തത് എത്രയായിരിക്കും? അപ്പോ x-2 ആയിരിക്കും. എന്നിട്ട് ആദ്യത്തതിന്റെ അല്ലെ x-2 സ്ക്വയർ വശം സ്ക്വയർ ചെയ്തപ്പോഴാണ് എത്ര കിട്ടിയത്? 81. അങ്ങനെയെങ്കിൽ x-2 എത്രയായിരിക്കും? റൂട്ട് 81 ആയിരിക്കും. അതെത്രയാണ്? 9 ആണ്. അതായത് x-2 9 ആണെങ്കിൽ x എത്രയായിരിക്കും? 9 + 2 x സമം 11. x സമം എത്ര കിട്ടി? 11. റെഡിയാണല്ലോ? ഇത് ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. കൂടുതൽ നമ്മൾ ഇതിൽ സമയം നഷ്ടപ്പെടുത്തുന്നില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. എന്താ? ദി പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾ ഓഫ് 4 ഈസ് 672, 672. From a second degree equation based on the given statement, what are the numbers? എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. എടാ, 4ന്റെ തുടർച്ചയായ 2 ഗുണിതങ്ങൾ. അപ്പൊ ഒന്നാമത്തെ ഗുണിതം x ആണെങ്കിൽ അടുത്തത് എത്രയായിരിക്കും? x+4 അല്ലെ? എന്നിട്ട് ഇത് രണ്ടും ഗുണിച്ചപ്പോൾ x × x+4 ചെയ്തപ്പോൾ എത്ര കിട്ടി? 672 കിട്ടി. റെഡി ആണല്ലോ? അങ്ങനെയെങ്കിൽ അടുത്ത സ്റ്റെപ്പ് x² + 4x സമം 672. നിങ്ങളൊന്ന് പറഞ്ഞ്, ഇതിൽ 2 എണ്ണമേ ഉള്ളൂ, ഒരെണ്ണം കുറവാണ്. അത് നമ്മൾ ചേർത്ത് കൊടുക്കണം. അതിന് നമ്മൾ പറയുന്ന പേരെന്താണ്? വർഗത്തികവ്, സ്ക്വയർ കംപ്ലീഷൻ. 2 സൈഡിലും നമ്മൾ ആഡ് ചെയ്യണം. എത്രയാണ് ആഡ് ചെയ്യേണ്ടത്? എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ പകുതിയുടെ വർഗം. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് എത്രയാണ്? 4 ആണ്. അപ്പൊ 2ന്റെ സ്ക്വയർ ഇവിടെ ആഡ് ചെയ്യണം, 2ന്റെ സ്ക്വയർ അപ്പുറത്ത് ആഡ് ചെയ്യണം. അങ്ങനെയെങ്കിൽ ഇവിടെ x + 2 ഹോൾ സ്ക്വയർ സമം 676. സെറ്റാണല്ലോ? 672 4 എത്രയാണ്? 676. അങ്ങനെയെങ്കിൽ x + 2 സമം റൂട്ട് 676. എടാ, റൂട്ട് 676 എത്രയാണ്? 26 ആണ്. അങ്ങനെയെങ്കിൽ x സമം 26 - 2 എത്ര കിട്ടി? 24 കിട്ടി. എടാ, x 24 ആണെങ്കിൽ x + 4 എത്രയായിരിക്കും? 28 ആയിരിക്കും. x 24 ആണെങ്കിൽ x + 4 എത്രയായിരിക്കും? 28. സെറ്റാണല്ലോ? വളരെ ലളിതമായ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ന് വളരെ ചെറിയൊരു സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ്, പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇന്ന് കിട്ടിയത്. ഒന്ന് നോക്കാം. A vegetable garden is in the shape of a rectangle. എടാ, ചതുരാകൃതിയിലുള്ള ഒരു വെജിറ്റബിൾ ഗാർഡൻ എന്ന് പറഞ്ഞാൽ എന്താ? പച്ചക്കറിത്തോട്ടം. റെഡി? ചതുരാകൃതിയിലുള്ള ഒരു വെജിറ്റബിൾ ഗാർഡൻ ഉണ്ട്. Its larger side is 8 meter longer than the smaller. വലുത് ചെറുതിനേക്കാൾ 8 മീറ്റർ കൂടുതലാണ്. അപ്പൊ ചെറുതിന് ഞാൻ x കൊടുത്താൽ വലുത് എത്രയായിരിക്കും? x+8 ആയിരിക്കും. റെഡി ആണല്ലോ? Then area of the garden is 180. ഇതിന്റെ പരപ്പളവ്
ഏരിയ എത്രയാണ് 180 അങ്ങനെയെങ്കിൽ ഇതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കാണാനാണ് ചോദ്യം. ക്ലിയർ ആണല്ലോ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. എടാ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്താലാണ് പരപ്പളവ്. നമുക്ക് പരപ്പളവ് തന്നിട്ടുണ്ട്, നന്നായിട്ട് ശ്രദ്ധിച്ചോ. പരപ്പളവ് തന്നിട്ടുണ്ട് എത്രയാണ്? 180 സെന്റിമീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ സ്ക്വയർ മീറ്റർ സ്ക്വയർ ആണ് തന്നിട്ടുള്ളത്. റെഡി? ഇതിൽ പരപ്പളവ് കാണാൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്, അതായത് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 8 ചെയ്താലാണ് എന്ത് കിട്ടേണ്ടത്? 180 കിട്ടേണ്ടത്. സെറ്റ് ആണല്ലോ. അങ്ങനെയെങ്കിൽ അടുത്തത് എക്സ് ഇൻറ്റു എക്സ് എത്രയാണ്? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 8 8x സമം എത്ര കിട്ടണം? 180 കിട്ടണം. പറഞ്ഞേ, ഇവിടെ രണ്ടെണ്ണമേ ഉള്ളൂ, ഒരെണ്ണം കുറവാണ്. നമ്മൾ എന്ത് ചെയ്യണം? സ്ക്വയർ കംപ്ലീഷൻ, വർഗത്തിക ചെയ്യണം. 1 ആഡ് ചെയ്തു. ഒന്നല്ല, എത്രയാണ് ആഡ് ചെയ്യേണ്ടത്? 8ന്റെ പകുതി 4ന്റെ സ്ക്വയർ ഇവിടെ ആഡ് ചെയ്യണം, 4ന്റെ സ്ക്വയർ അപ്പുറത്തും ആഡ് ചെയ്യണം. അപ്പൊ അതെന്തായി മാറും? എക്സ് പ്ലസ് 4 ഹോൾ സ്ക്വയർ സമം 80 പ്ലസ് 4ന്റെ സ്ക്വയർ 16 ആണ്. എത്രയാണ്? 196. അതായത് എക്സ് പ്ലസ് 4 സമം റൂട്ട് 196. റൂട്ട് 196 എത്രയാണ്? 14 ആണല്ലോ. റൂട്ട് 196 എത്രയാണ്? 14. അങ്ങനെയെങ്കിൽ ഇതിന്റെ ബാക്കി നമ്മൾ അപ്പുറത്ത് എഴുതാണ്. എടാ എക്സ് പ്ലസ് 4 സമം എത്രയാണ്? 14. അങ്ങനെയെങ്കിൽ എക്സ് സമം എത്രയായിരിക്കും? 14 മൈനസ് 4. എക്സ് സമം എത്രയാണ്? 10. നീളം എക്സ് നമുക്ക് 10 കിട്ടി. അങ്ങനെയെങ്കിൽ വീതി എക്സ് പ്ലസ് 8 നമുക്ക് എത്രയാണ് കിട്ടുക? 18 ആണ് കിട്ടുക. അപ്പൊ നീളം 10 കിട്ടി, വീതി എത്ര കിട്ടി? 18 കിട്ടി. സെറ്റ് ആണല്ലോ. അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം കേട്ടോ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. എന്താ? One of the perpendicular side of a right triangle is 2 centimeter more than the other. The area of right triangle is 24 square centimeter. From a second degree equation, find the length of sides of the triangle. ഒരു മട്ടത്രികോണത്തിന്റെ ലംബവശങ്ങളിൽ ഒരു വശം മറ്റേ വശത്തേക്കാൾ 2 സെന്റിമീറ്റർ കൂടുതലാണ്. ഒരു വശം മറ്റേ വശത്തേക്കാൾ 2 സെന്റിമീറ്റർ കൂടുതലാണ്. മട്ടത്രികോണത്തിന്റെ പരപ്പളവ് 24 ആണ്. മട്ടത്രികോണത്തിന്റെ പരപ്പളവ് എത്രയാണ്? 24 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. രണ്ടാമത്തെ സമവാക്യം രൂപീകരിക്കുക, വശങ്ങളുടെ നീളം കണ്ടെത്തുക. എടാ എന്താ സംഭവം? നമ്മുടെ കയ്യിൽ ഒരു മട്ടത്രികോണം ഉണ്ട് അല്ലെ? ഇതാണ് ആ മട്ടത്രികോണം എന്ന് വിചാരിച്ചോ. ഓക്കെ, ഇതാണ് ആ മട്ടത്രികോണം എന്ന് വിചാരിച്ചോ. ഇതിന്റെ ഒരു വശം മറ്റേ വശത്തിനേക്കാൾ എത്ര കൂടുതലാണ്? 2 കൂടുതലാണ്. അപ്പൊ ഒന്നാമത്തെ വശം എക്സ് എടുത്താൽ അടുത്ത വശം എത്രയായിരിക്കും? എക്സ് പ്ലസ് 2 ആയിരിക്കും. ഒന്നാമത്തെ വശം എക്സ് എടുത്താൽ അടുത്ത വശം എത്രയായിരിക്കും? എക്സ് പ്ലസ് 2 ആയിരിക്കും. എന്നിട്ട് ഇതിന്റെ പരപ്പളവ് തന്നിട്ടുണ്ട്, ത്രികോണത്തിന്റെ പരപ്പളവ്. എടാ പരപ്പളവ് എത്രയാ തന്നത്? മക്കളെ നിങ്ങളൊന്ന് പറഞ്ഞേ. പരപ്പളവ് നമുക്ക് എത്രയാ തന്നത്? 24 സെന്റിമീറ്റർ സ്ക്വയറാണ്. പരപ്പളവ് എത്രയാ തന്നത്? 24 സെന്റിമീറ്റർ സ്ക്വയർ. എടാ ഒരു ത്രികോണത്തിന്റെ പരപ്പളവ് കാണാൻ ഇക്വേഷൻ എന്താ? അര BH ആണ്. ഹാഫ് BH ചെയ്യുമ്പോഴേ എന്ത് കിട്ടാൻ പാടുള്ളൂ? 24 കിട്ടാൻ പാടുള്ളൂ. ഇവിടെ ഒരു /2 ഉണ്ട്. ഈ /2 ഉടൻ തന്നെ അപ്പുറത്തേക്ക് കൊണ്ടുപോവാ. /2 അപ്പുറത്തേക്ക് പോയാൽ × 2 ആവും. അപ്പൊ BH സമം 24 × 2. BH സമം നമുക്ക് എത്ര കിട്ടി? 48 കിട്ടി. റെഡി ആണല്ലോ. നമുക്ക് കിട്ടിയത് എന്താ? BH ആണ് 48 കിട്ടിയത്. അപ്പൊ മക്കളെ ഒന്ന് നോക്കിക്കേ. BH ബേസ് പാദം ഇവിടെ എത്രയാണ്? X ആണ്. ഇൻറ്റു പാദം ഇവിടെ എത്രയാണ്? X ആണ്. ഇൻറ്റു ഇവിടെ ലംബം ഹൈറ്റ് എത്രയാണ്? x പ്ലസ് 2 ആണ്. ഇത് ഗുണിക്കുമ്പോൾ എത്ര കിട്ടണം? 48 കിട്ടണം. സിമ്പിൾ ആണ്. x ഇൻറ്റു എക്സ് എത്രയാണ്? എക്സ് സ്ക്വയർ പ്ലസ് 2x സമം എത്ര കിട്ടണം? 48 കിട്ടണം. നിങ്ങളൊന്ന് പറഞ്ഞേ. ഇവിടെ 2 എണ്ണമേ ഉള്ളൂ, ഒരെണ്ണം കുറവാണ്. ആ ഒരെണ്ണം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. എത്രയാണ്? 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. സെറ്റ് ആണല്ലോ. അങ്ങനെയെങ്കിൽ ഇത് x പ്ലസ് 1 ഹോൾ സ്ക്വയർ സമം 49 കിട്ടും. 48 1 എത്രയാണ്? 49. അതായത് x പ്ലസ് 1 സമം റൂട്ട് 49 എത്രയാണ്? 7 ആണ്. അതായത് x പ്ലസ് 1 സമം 7. അങ്ങനെയെങ്കിൽ x സമം 7 മൈനസ് 1. x സമം നമുക്ക് എത്ര കിട്ടും? 6 കിട്ടും. എടാ x 6 ആണെങ്കിൽ x പ്ലസ് 2 എത്രയായിരിക്കും? 8 ആയിരിക്കും. അങ്ങനെയെങ്കിൽ ആ ത്രികോണത്തിന്റെ 2 വശങ്ങൾ ഏതൊക്കെയാണ്? 6ഉം 8ഉം ആയിരിക്കും. സെറ്റ് ആണല്ലോ. അപ്പൊ നമ്മൾ ഇന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള 4 ക്വസ്റ്റ്യൻസ് ആണ്
നമ്മൾ ചെയ്ത് പഠിച്ചത് നമ്മുടെ മൂന്നാമത്തെ പാർട്ട് വീഡിയോ ആണ്. ഇതിന് മുമ്പുള്ള 2 വീഡിയോസിലും അത്യാവശ്യം വലുതും ചെറുതുമായിട്ടുള്ള പല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മക്കൾ നിർബന്ധമായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് ഇരുന്ന് കണ്ട് ചെയ്ത് പഠിക്കുക. സെറ്റാണല്ലോ? അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണുന്നത് വരെ ഗുഡ് ബൈ.